ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അല്ല അറിയില്ല. അതാ ഞങ്ങൾക്കിപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ വീട്ടിൽ അറിയിക്കുക എന്നുള്ളത് ഒട്ടും ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. കുറേ വർഷമായി മാഡം, കുറേ വർഷമായി. ഇയർ എനിക്ക് അങ്ങനെ കംപ്ലീറ്റ് എത്ര ഇയർ എന്ന് പറയാൻ അറിയില്ല, പക്ഷെ കുറേ വർഷങ്ങളായി അറിയിക്കണം. അവൾ അറിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. ചിലപ്പോൾ ഈ സമയത്ത് റംസാൻ ആയതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും തിരക്കിലായതുകൊണ്ട് ടി വി നോക്കിയിട്ടുണ്ട്. ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, റിലേറ്റീവ്സൊക്കെ അറിഞ്ഞിട്ടുണ്ട്, എല്ലാവരും വിളിക്കുന്നുണ്ട്. അതെ 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 അവരുടെ ഫാമിലി തന്നെ ജബ്ബാറാണ് എല്ലാത്തിനും. വലിയൊരു നഷ്ടം തന്നെയാണ്, നികത്താൻ പറ്റാത്ത നഷ്ടം തന്നെയാണ്. പക്ഷെ എന്താ അറിയില്ല, ഞങ്ങൾ എങ്ങനെ അത് ഉൾക്കൊള്ളുന്ന ആലോചിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക്. പക്ഷെ ഇപ്പോൾ വന്നിട്ടും ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ബോഡി കാണരുതേ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറിയൊരു പരിക്ക്, പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെയാണെന്നുള്ളത്. ആണല്ലേ? ശരി. 3 മരണം ഉണ്ട് അല്ലേ? ഫെയ്ത്ത് അല്ലാതെ എന്ത് പറയാനാ മേഡം? ഒന്നും പറയാനില്ല. ദിലിഷ, പ്രതികരണങ്ങൾ കേട്ടാൽ തന്നെ അറിയാം, വല്ലാത്ത ഞെട്ടലോടും വേദനയോടും കൂടിയാണ് അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നത്. ഒരുമിച്ച് ഒരുപാട് വർഷങ്ങളായി അവിടെ ജോലി ചെയ്തിരുന്ന ഒരു ചേട്ടൻ്റെ പ്രതികരണം അത് നമ്മൾ കണ്ടു. വല്ലാത്ത വേദന. ദിലിഷ പറയൂ, ആരാണിപ്പോൾ സംസാരിച്ചത്? സ്മിത, ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കൾ തന്നെയാണ് പ്രതികരിച്ചത്. ഇപ്പോൾ മേയർ ഒ സദാശിവൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകും, ഞാൻ അങ്ങോട്ട് പോവാം. 3 പേരാണ് മരിച്ചതെന്ന് വിവരം വരുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നത്? അല്ല, അത് പറഞ്ഞുവല്ലോ, നിങ്ങളുടെ നിന്ന് തന്നെയാണല്ലോ വിവരങ്ങൾ കിട്ടിയത്. ഈ അപകടത്തെ തുടർന്ന് സ്ലാബ് പൊട്ടി വീണ് അതിൻ്റെ അടിയിൽ പെട്ടുപോയിട്ടാണ് മരണം സംഭവിച്ചത്. ആ മരണം 2-3 പേരുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. ചിലർക്ക് പരിക്കായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെന്ന് കേട്ടു. അപ്പോൾ ആ കാര്യം അറിഞ്ഞ് ഇതാ ബീച്ചിൽ വന്ന് കണ്ടു. ഇനി മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. കാലപ്പഴക്കം ചെന്ന ഒട്ടനവധി കെട്ടിടങ്ങൾ അവിടെ. കാലപ്പഴക്കം ചെന്ന കെട്ടിടം, ഈ കെട്ടിടത്തിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. കാലപ്പഴക്കം ചെന്നത് നേരത്തെ അതെ 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 അറിയില്ല, അവിടേക്ക് പോവുകയാണ് ഞാൻ. പോയിട്ട് പറയാം. കെട്ടിടം ഈ കെട്ടിടം മാത്രമല്ല, കോർപ്പറേഷൻ കാലപ്പഴക്കം വന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടം പണിയുന്നതിനുള്ള DPR തയ്യാറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് ഈ കെട്ടിടവും ഉണ്ട് അതിൽ. അപ്പൊ ഇല്ല ഒഴിയാൻ വേണ്ടി നിർദ്ദേശം നടത്തിയില്ല. ഇത് ബിൽഡിംഗ് അൺഫിറ്റ് ആയിട്ടും കണ്ടിട്ടില്ല കോർപ്പറേഷൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത്, ആ കെട്ടിടത്തിന്റെ കാലപ്പഴക്കത്തിന്റെ പ്രശ്നമുണ്ട്. അത് എന്താണോ നമ്മുടെ ഓഫീസ് അത് സംബന്ധിച്ച് സ്വീകരിച്ച നടപടി എന്ന് മനസ്സിലാക്കി എന്താണെന്നുള്ളത് നിങ്ങളോട് പ്രതികരിക്കാം. ശരി. സ്മിത, മേയറുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതായത് ഈ കെട്ടിടം അൺഫിറ്റ് ആയിരുന്നു എന്ന് തോന്നിയിട്ടില്ല എന്നാണ് മേയർ ആദ്യമായിട്ട് പ്രതികരിച്ചത്. അതായത് കാലപ്പഴക്കം ചെന്ന കെട്ടിടമായിരുന്നെങ്കിൽ പോലും അത് അൺഫിറ്റ് ആണ് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.